Dear friends, you are welcome to Historia. ഹിസ്റ്റോറിയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മൾ ആരംഭിക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പൊതുവെ എല്ലാ ക്ലാസ്സിലും ചെയ്യുന്ന പോലെ തന്നെ 5 പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ വളരെ വിശദമായിട്ട് നമ്മൾ പഠിക്കാൻ പോവുകയാണ്. 5 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ, അതിനോട് അനുബന്ധമായിട്ടുള്ള കാര്യങ്ങൾ വളരെ വിശദമായി പഠിച്ചുകൊണ്ട് ആ 5 ചോദ്യങ്ങളിലൂടെ 5 ടോപ്പിക്കുകൾ നമ്മൾ വളരെ വിശദമായിട്ട് പഠിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ നിന്നുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ചോദ്യം ഇതാണ്: രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഏതെല്ലാമാണ്? രാഷ്ട്രപതി തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന കേന്ദ്ര ഭരണ പ്രദേശങ്ങൾ ഏതൊക്കെയാണ്? നമുക്ക് ഓർത്തു വയ്ക്കാം. ഇന്ത്യൻ ഭരണഘടന ആർട്ടിക്കിൾ 54 പ്രകാരം ആർട്ടിക്കിൾ 54 പ്രകാരമാണ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 54 ആണ് രാഷ്ട്രപതിയുടെ തിരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത്. ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ് ആണ്. ഇലക്ടറൽ കോളേജ് ഒരു സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റം എന്ന് പറയും. സിസ്റ്റത്തിലൂടെ ഇലക്ടറൽ കോളേജ് ആണ് നമ്മുടെ രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ മുന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. രാഷ്ട്രപതിയെ തിരഞ്ഞെടുക്കുന്നത് എപ്പോഴും ആരായിരിക്കണം? ജനങ്ങൾ ഇൻഡയറക്റ്റോ ഡയറക്റ്റോ ആയിരിക്കണം എന്ന് ഞാൻ പറഞ്ഞു. റിപ്പബ്ലിക് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറഞ്ഞു. ഒന്ന്, എഴുതപ്പെട്ട ഭരണഘടന ഉണ്ടായിരിക്കണം. രണ്ടാമത്, ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഷുഡ് ബി ഇലക്ടഡ് ബൈ പീപ്പിൾ ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി. രാഷ്ട്ര തലവനെ ജനങ്ങൾ നേരിട്ടോ അല്ലാതെ തെരഞ്ഞെടുക്കപ്പെടണം. അതോടൊപ്പം ഒരു എഴുതപ്പെട്ട ഭരണഘടന കൂടി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ റിപ്പബ്ലിക് എന്ന് പറയാം. അപ്പൊ അതുകൊണ്ട് തന്നെ ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്ന ആരായിരിക്കും? ജനങ്ങൾ ഡയറക്ട്ലി അല്ലെങ്കിൽ ഇൻഡയറക്ട്ലി, ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ ആയിരിക്കണം ഇന്ത്യൻ രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുന്നത്. അപ്പൊ രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്നത് ഇലക്ടറൽ കോളേജ് ആണ്. സിംഗിൾ ട്രാൻസ്ഫറബിൾ വോട്ടിംഗ് സിസ്റ്റത്തിലൂടെയാണ്. ഓർമ്മിക്കുക, ആർട്ടിക്കിൾ 54 ആണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിനെ കുറിച്ച് പറയുന്നത്. ഇനി നമുക്ക് നോക്കേണ്ടത്, രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ആരാണ്? കേന്ദ്ര ഇലക്ഷൻ കമ്മീഷനാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് നടത്തുന്നത് എന്ന് ഓർത്തു വയ്ക്കുക. അതോടൊപ്പം ഈ ഇലക്ടറൽ കോളേജിൽ ആരൊക്കെ വരുന്നുണ്ടോ? ഒന്ന്, ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ ആൻഡ് ലോക്സഭ. ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് രാജ്യസഭ പ്ലസ് ലോക്സഭ. ഇലക്ടഡ് മെമ്പേഴ്സ് ഓഫ് സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി. ഇതാണ് പ്രധാനപ്പെട്ട അംഗങ്ങൾ. ഈ ഇലക്ടറൽ കോളേജിൽ വരുന്ന പ്രധാനപ്പെട്ട അംഗങ്ങളാണ്. ഒന്ന്, രാജ്യസഭയിലെയും ലോകസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അതുകൂടാതെ സംസ്ഥാന നിയമനിർമ്മാണ സഭ, സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ആണ്, കൗൺസിൽ അല്ല. സംസ്ഥാന നിയമനിർമ്മാണ സഭയാണ്, സമിതിയല്ല. സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ. ഇവരെല്ലാം കൂടുമ്പോഴാണ് ഏതായിട്ട് വരുന്നത്? നമ്മുടെ ഇലക്ടറൽ കോളേജിന്. അപ്പൊ എല്ലാ സംസ്ഥാനങ്ങളിലെയും നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങൾ, രാജ്യസഭയിലെയും ലോകസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. അങ്ങനെ പ്രത്യേകിച്ച് പറയുന്നത് ഇലക്ടഡ് മെമ്പേഴ്സ് എന്ന് വെച്ചാൽ നോമിനേറ്റഡ് മെമ്പേഴ്സ് പാടില്ല. ഗവർണർ ഒരാളെ നോമിനേറ്റ് ചെയ്യില്ല, ആംഗ്ലോ ഇന്ത്യൻസ്. അതിപ്പല്ല 104ാമത്തെ ഭേദഗതി പ്രകാരം നിർത്തലാക്കി. പിന്നെ രാഷ്ട്രപതി 12 ആളെ രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യും. ആ നോമിനേറ്റഡ് മെമ്പേഴ്സ് പാടില്ല. രാജ്യസഭയിലെയും ലോക്സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ മാത്രം. എല്ലാ സംസ്ഥാന നിയമനിർമ്മാണ സഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ. ഇതാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് ഇലക്ടറൽ കോളേജിൽ വരുന്നത്. പിന്നെ അതിൽ വരുന്ന കേന്ദ്ര ഭരണപ്രദേശങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ, നമ്മൾ ആദ്യം പറഞ്ഞ ഒരു പ്രൈമറി ഡാറ്റ നമ്മൾ ഓർത്തു വയ്ക്കണം. രാഷ്ട്രപതി ജനങ്ങൾ നേരിട്ടോ അല്ലാതെയോ തെരഞ്ഞെടുക്കപ്പെടണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിൽ ഏത് കേന്ദ്ര ഭരണപ്രദേശങ്ങളിലാണ് നിയമനിർമ്മാണ സഭയുള്ളത് നോക്കാം. നമുക്കറിയാം, ഡൽഹി ആൻഡ് പോണ്ടിച്ചേരി. ഡൽഹിയിലും പോണ്ടിച്ചേരിയിലാണ് ജനങ്ങൾ തെരഞ്ഞെടുക്കപ്പെടുന്ന ജനപ്രതിനിധികളുള്ള നിയമനിർമ്മാണ സഭയിലെ 2 കേന്ദ്ര ഭരണപ്രദേശങ്ങൾ ഏതൊക്കെയാണ്? ഡൽഹി ആൻഡ് പോണ്ടിച്ചേരിയാണ്. അപ്പൊ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്ന 2 കേന്ദ്ര ഭരണപ്രദേശങ്ങൾ പറഞ്ഞായിരിക്കും. ഒന്ന്, ഡൽഹി പ്ലസ് പോണ്ടിച്ചേരി കിട്ടി. അപ്പൊ ഡൽഹി പോണ്ടിച്ചേരിയിലെ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളും ഏതിൽ പറക്കുന്നു? ഇലക്ടറൽ കോളേജിൽ പങ്കെടുക്കുന്നു. ഇനി അവിടെ ഒരു കാര്യം കൂടി ഓർത്തു വയ്ക്കാം. ഇപ്പൊ ജമ്മു കാശ്മീർ ആൻഡ് ലഡാക്ക് വരുന്നുണ്ട്. അപ്പൊ അവിടെ ആ കേന്ദ്ര ഭരണത്തിലും എന്ത് വരുന്നു? നിയമനിർമ്മാണ സഭ വരുന്നുണ്ട്. ഒരെണ്ണത്തിൽ നിയമനിർമ്മാണ സഭ വരുന്നുണ്ട്. അങ്ങനെ വന്നാൽ ആ ലഡാക്കിലെ നിയമനിർമ്മാണ സഭയിലെ അംഗങ്ങളും ഇതിൽ വരാം. അപ്പൊ ഇപ്പൊ ഓൾറെഡി നമ്മൾ പഠിക്കേണ്ടത് ഇങ്ങനെയാണ്: രാജ്യസഭയിലെയും ലോകസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും എല്ലാ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളും ഡൽഹി, പോണ്ടിച്ചേരി ഈ 2 കേന്ദ്ര ഭരണപ്രദേശങ്ങളെയും നിയമനിർമ്മാണ സഭയിലും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങളാണ് രാഷ്ട്രപതിയെ തെരഞ്ഞെടുക്കുക. ഇതാണ് ഇലക്ടറൽ കോളേജ് എന്ന് പറയുന്നത്. അപ്പൊ ആൻസർ കിട്ടിയല്ലോ. ഈ പ്രവർത്തിക്ക് ഈ 2 കാര്യങ്ങൾ ഓർക്കുക: ഡൽഹി, പോണ്ടിച്ചേരി. ഓക്കെ, ഇതാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. ഇനി രാഷ്ട്രപതി സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലുന്ന ആരാ ചൊല്ലിക്കൊടുക്കുന്നത്? സത്യപ്രതിജ്ഞാ വാചകം ചൊല്ലിക്കൊടുക്കുന്നത് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കും എന്ന് ഓർക്കുക. രാഷ്ട്രപതിയുടെ അഭാവത്തിൽ ആ സ്ഥാനം വഹിക്കുന്നത് ഉപരാഷ്ട്രപതി ആയിരിക്കും. 2 ആളുകളെയും അഭാവത്തിൽ, ഇൻ ദി ആബ്സെൻസ് ഓഫ് രാഷ്ട്രപതി ആൻഡ് വൈസ് പ്രസിഡന്റ്, പ്രസിഡന്റ് വൈസ് പ്രസിഡന്റ്, ഈ രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതി ഇല്ലെങ്കിൽ ആ സ്ഥാനം വഹിക്കുന്നത് ചീഫ് ജസ്റ്റിസ് ഓഫ് സുപ്രീം കോടതി. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിരിക്കുന്ന കാര്യം ഓർത്തിക്കുക. പിന്നെ രാഷ്ട്രപതിക്ക് 5 വർഷമാണ് കാലാവധി എന്ന് ഓർത്തിക്കുക. 5 lakh 5 ലക്ഷമാണ് അദ്ദേഹത്തിന്റെ മന്ത്ലി സാലറി. 5 ലക്ഷമാണ് കാലാവധി, 5 വർഷമാണ്. പിന്നെ അദ്ദേഹത്തെ പുറത്താക്കാനുള്ള ഒരേ ഒരു മാർഗം എന്ന് പറയുന്നത്, ഭരണഘടനാ ലംഘനം ചെയ്യുകയാണെങ്കിൽ അദ്ദേഹത്തെ ഇംപീച്ച്മെന്റ് ചെയ്യാം. ഇംപീച്ച്മെന്റ് ചെയ്യാനുള്ള വഴി ആർട്ടിക്കിൾ 61 പ്രകാരമാണ് ഇംപീച്ച്മെന്റ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് ഓർക്കുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. അപ്പോൾ
ക്ലിയർ ആയല്ലോ? അപ്പൊ ഇതാണ് ഇലക്ട്രൽ കോളേജ്, ഇതാണ് രാഷ്ട്രപതി തെരഞ്ഞെടുക്കുന്ന രീതി എന്നുകൂടി ഓർത്തു വെക്കുക. ക്ലിയർ? ഓക്കെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം. ഇനി രണ്ടാമത്തെ ചോദ്യം എന്ന് ഓർത്ത് വെക്കാം. അത് നമ്മുടെ മിഡീവൽ ഇന്ത്യ എന്നുള്ളൊരു ചോദ്യമാണ്. മിഡീവൽ ഇന്ത്യ എന്നും പറഞ്ഞാൽ പോരാ, സ്വല്പം ബാക്കിലേക്ക് നമ്മൾ ഏൻഷ്യൻ ഇന്ത്യ അങ്ങനെ തന്നെ നമുക്ക് പറയാം. ആ കാലഭാഗത്ത് നിന്നൊരു ചോദ്യമാണ്. മിഡീവൽ ഇന്ത്യയിൽ നമുക്ക് നമ്മൾ ശരിക്കും സെപ്പറേറ്റ് ചെയ്ത് വരുമ്പോൾ അത് പ്രാചീന ഇന്ത്യ തന്നെ വരുന്നത്. ഓർത്ത് വയ്ക്കുക. ചോദ്യം ഇതാണ്. രണ്ടാമത്തെ നമ്മുടെ അശോകൻ അറിയാലോ, മൗര്യ സാമ്രാജ്യത്തിലെ അശോകൻ വിളിച്ചു ചേർത്ത ബുദ്ധമത സമ്മേളനം എത്രാമത്തെ സമ്മേളനമായിരുന്നു അവർ? അശോകൻ വിളിച്ചു ചേർത്ത ബുദ്ധമത സമ്മേളനം എത്രാമത്തെ സമ്മേളനമായിരുന്നു എന്നാണ്. അശോകൻ വിളിച്ചു ചേർത്ത ബുദ്ധമത സമ്മേളനം 3ാമത്തെ സമ്മേളനമായിരുന്നു. അത് BC 250. BC 250 ആര് വിളിച്ചത്? പാടലിപുത്രയിലാണ് ആര് വിളിച്ചു ചേർത്തത്? അശോകൻ വിളിച്ചു ചേർത്തത്. ഓർമ്മിക്കുക, 3ാമത്തെ ബുദ്ധമത സമ്മേളനമാണ് അശോകൻ വിളിച്ചു ചേർത്തത്. BC 250 പാടലിപുത്ര, നമ്മുടെ മഗധ അല്ലെങ്കിൽ പാടലിപുത്ര, ബീഹാറിന്റെ തലസ്ഥാനമായ പാറ്റ്നയുടെ പഴയ പേരാണ് പാടലിപുത്ര. ആ പാടലിപുത്രയിലാണ് അദ്ദേഹം വിളിച്ചു ചേർത്തത്. അതിന് അധ്യക്ഷം എന്ന് വഹിച്ചത് മൊഗാലി പുട്ട ടിസ എന്ന് പറയുന്ന ആ സന്യാസിയായിരുന്നു, ബുദ്ധ സന്യാസിയായിരുന്നു അതിന് അധ്യക്ഷം വഹിച്ചത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇതാണ് അശോകൻ വിളിച്ചു ചേർത്ത 3ാമത്തെ ബുദ്ധമത സമ്മേളനം. ഇനി നമുക്ക് നോക്കാം, പൊതുവെ എത്ര ബുദ്ധമത സമ്മേളനങ്ങൾ നടന്നിട്ടുണ്ട്? 4 ബുദ്ധമത സമ്മേളനങ്ങളാണ് പ്രധാനമായിട്ടും നടന്നുള്ളത്. 1ാമത്തെ ബുദ്ധമത സമ്മേളനം പറയുന്നത് BC 480. 480 രാജഗ്രഹത്തിലാണ് 1ാമത്തെ ബുദ്ധമത സമ്മേളനം. BC 480 രാജഗ്രഹത്തിലാണ്. അജാതശത്രുവാണ് വിളിച്ചു ചേർത്തത്. എന്താ ഭരണാധികാരിയായ അജാതശത്രുവാണ് വിളിച്ചു ചേർത്തത്. അതിന് അധ്യക്ഷം വഹിച്ചത് മഹാകാശ്യപൻ എന്ന് പറയുന്ന സന്യാസിയായിരുന്നു, ബുദ്ധ സന്യാസി മഹാകാശ്യപൻ. അപ്പൊ പഠിക്കുക, എങ്ങനെ പഠിക്കുക? 1ാമത്തെ ബുദ്ധമത സമ്മേളനം BC 480 വിളിച്ചു ചേർത്തത് ആരാണ്? അജാതശത്രുവാണ്. എവിടെയാണ് സമ്മേളനം? രാജഗ്രഹത്തിലാണ്. അതിന് അധ്യക്ഷത വഹിച്ചത് ആരായിരുന്നു? മഹാകാശ്യപനായിരുന്നു. ഇനി 2ാമത്തെ ബുദ്ധ സമ്മേളനത്തിൽ നിന്ന് 100 കുറയ്ക്കുക. BC 380 2ാമത്തെ ബുദ്ധമത സമ്മേളനം വൈശാലിയായിരുന്നു. വിളിച്ചു ചേർത്തത് കാലശോകനാണ്. അധ്യക്ഷം വഹിച്ചത് സഭാകാമിയായിരുന്നു. മറക്കണ്ട, 2ാമത്തെ ബുദ്ധമത സമ്മേളനം BC 380 വിളിച്ചു ചേർത്തത് വൈശാലിയിലായിരുന്നു. വിളിച്ചു ചേർത്ത മഹാരാജാവ് എന്ന് പറയുന്നത് ആരാണ്? കാലശോകനാണ് വിളിച്ചു ചേർത്തത്. അതിന് അധ്യക്ഷം വഹിച്ചത് സഭാകാമി എന്ന് പറയുന്ന ബുദ്ധ സന്യാസിയാണ്. സഭാകാമിയാണ് അധ്യക്ഷം വഹിച്ചത്. അപ്പൊ 2ാമത്തെ ബുദ്ധമത സമ്മേളനത്തിലോ 3ാമത്തെ നമ്മൾ പറഞ്ഞാണ് BC 280 അശോകൻ വിളിച്ചു ചേർത്ത് പാടലിപുത്രയിലാണ് വിളിച്ചു ചേർത്ത സമ്മേളനം. അതിന് അധ്യക്ഷത വഹിച്ചത് മൊഗാലി പുട്ട ടിസ എന്ന് പറയുന്ന സന്യാസിയാണ്. ഇനി 4ാമത്തെ ബുദ്ധ സമ്മേളനം, ഇത് 3ാമത്തെയാണ്. 4ാമത്തെ ബുദ്ധമത സമ്മേളനം വരുന്നത് AD 78. AD 78 ആരായിരുന്നു? കനിഷ്കനാണ്. എവിടെയായിരുന്നു? ജമ്മു കാശ്മീർ. കനിഷ്കൻ ജമ്മു കാശ്മീരാണ് 4ാമത്തെ ബുദ്ധമത സമ്മേളനം വിളിച്ചത്. AD 78 കനിഷ്കനാണ് വിളിച്ചത് ജമ്മു കാശ്മീരാണ്. അതിന് അധ്യക്ഷത വഹിച്ചത് വസുമിത്രനും അശ്വഘോഷനും. 2 ആളുകൾ അതിന് അധ്യക്ഷത വഹിച്ചിരുന്നു. പറയുന്നത് വസുമിത്രൻ ആൻഡ് അശ്വഘോഷൻ. 2 സന്യാസിമാരാണ് ബുദ്ധമത സമ്മേളനത്തിന് അധ്യക്ഷത വഹിച്ചത്. ക്ലിയർ ആയല്ലോ? അപ്പൊ മറക്കണ്ട, ഈ ബുദ്ധമത സമ്മേളനം 4 ബുദ്ധമത സമ്മേളനങ്ങളാണ് പ്രധാനമായിട്ടും നടന്നത്. അതിൽ 1ാമത് BC 480 വിളിച്ചു ചേർത്തത് രാജഗ്രഹത്തിലാണ്. അജാതശത്രുവാണ്. അതിന് അധ്യക്ഷം വഹിച്ചത് ആരാണ് പറഞ്ഞത്? മഹാകാശ്യപനാണ്. 2ാമത്തെ ബുദ്ധമത സമ്മേളനം BC 380 വിളിച്ചു ചേർത്തത് വൈശാലിയിലാണ്. കാലശോകനാണ്. അധ്യക്ഷം വഹിച്ചത് സഭാകാമിയാണ്. 3ാമത് BC 250 വിളിച്ചു ചേർത്തത് അശോകനാണ്. പാറ്റ്ന അല്ലെങ്കിൽ പാടലിപുത്രയിലാണ് അധ്യക്ഷം വഹിച്ചത് മൊഗാലി പുട്ട ടിസയാണ്. 4ാമത്തത് AD 77. ഇതെല്ലാം 3ഉം BC-യിലാണ്. 4ാമത്തെ ബുദ്ധമത സമ്മേളനം AD-യിലാണ്. AD 78 അത് വിളിച്ചു ചേർത്ത് കനിഷ്കനാണ്. ജമ്മു കാശ്മീരിലാണ് അധ്യക്ഷത വഹിച്ച് വസുമിത്രനും അശ്വഘോഷനായിരുന്നു. ഈ 4ാമത്തെ ബുദ്ധമത സമ്മേളനത്തിലാണ് ബുദ്ധമതം എന്തായിട്ട് മാറിയത്? മഹായാനം ആൻഡ് ഹീനയാനം, ഇങ്ങനെ 2 സെക്ടുകളായിട്ട് പിളർന്നത് 4ാമത്തെ ബുദ്ധമത സമ്മേളനത്തിലും കൂടിയായിരുന്ന കാര്യം ഓർത്തു വയ്ക്കുക. ക്ലിയർ? അപ്പൊ ഇതാണ് നമ്മുടെ 2ാമത്തെ ചോദ്യം. ഈ ചോദ്യത്തിന്റെ ആൻസർ വളരെ വ്യക്തമായിട്ട് പഠിച്ചു. ഇനി 3ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. 3ാമത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ എന്നാണ് 3ാമത്തെ ചോദ്യം വരുന്നത്. ചോദ്യം ഇതാണ്: റെഡ് ക്രോസിന്റെ ആസ്ഥാനം എവിടെയാണ്? എന്താണ് റെഡ് ക്രോസിന്റെ ആസ്ഥാനം എവിടെയാണ്? റെഡ് ക്രോസിന്റെ ആസ്ഥാനം നമുക്കറിയാം എവിടെയാണ്? സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ്. സ്വിറ്റ്സർലാൻഡിലെ ജനീവയിലാണ് റെഡ് ക്രോസിന്റെ ആസ്ഥാനം വരുന്നത്. റെഡ് ക്രോസ് ഓർത്തിക വളരെ പ്രശസ്തമായിട്ടുള്ള ഒരു സംഘടനയാണ്, നമുക്കറിയാം. ആ റെഡ് ക്രോസിന്റെ ആസ്ഥാനം വരുന്നത് സ്വിറ്റ്സർലാൻഡിലെ ജനീവയാണ്. ഇനി റെഡ് ക്രോസ് സ്ഥാപിച്ചത് ആരാണ്? 1863 ഹെൻറി ഡ്യൂഡന്റ് ആണ് എന്ത് സ്ഥാപിച്ചത്? ഹെൻറി ഡ്യൂഡന്റ് ആണ് 1863 ഏത് സ്ഥാപിച്ചത്? നമ്മൾ ഈ പറയുന്ന റെഡ് ക്രോസ് സ്ഥാപിച്ചത്. അദ്ദേഹം സ്വിറ്റ്സർലാൻഡ് തന്നെയാണ്. ഹെൻറി ഡ്യൂഡന്റ് ആണ് റെഡ് ക്രോസ് സ്ഥാപിച്ചത്. ഈ റെഡ് ക്രോസ് സ്ഥാപിക്കാനുള്ള ഒരു കാരണം ഉണ്ടായിരുന്നു. സോൾഫറിനോ യുദ്ധമുണ്ട്. സോൾഫറിനോ യുദ്ധം എന്ന് പറയുന്നത് ഇറ്റലിയിൽ നടന്ന യുദ്ധമാണ്. ഇറ്റലി, ഫ്രാൻസ്, ഓസ്ട്രിയ ഒക്കെ തുടങ്ങിയ ഒരു യുദ്ധമാണ് സോൾഫറിനോ യുദ്ധം. ആ യുദ്ധത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഒരു സംഘടന കൂടിയാണ് അത്
ഈ പറയുന്ന റെഡ് ക്രോസ്. അതൊരു തവണ PSC ചോദിച്ചിട്ടുണ്ട്, ഓർത്ത് വയ്ക്കുക. ഏത് യുദ്ധത്തിന്റെ ഫലമായാണ്, തിരിച്ചാണ് ചോദിച്ചത്. സോൾഫറിനോ യുദ്ധത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ ഏതായിരുന്നു ചോദിച്ചു. സോൾഫറിനോ യുദ്ധത്തിന്റെ ഫലമായി രൂപം കൊണ്ട സംഘടന ഏതായിരുന്നു ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ആൻസർ റെഡ് ക്രോസ് ആണ്. 1861 ഹെൻറി ഡ്യൂഡന്റ് ആണ്, ഓർത്തിക്കുക. ഇനി ഹെൻറി ഡ്യൂഡന്റുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വസ്തുത കൂടി ഉണ്ട്. എന്താണ്? ആദ്യത്തെ സമാധാന നോബൽ പ്രൈസ് ആരംഭിച്ചത് നമുക്കറിയാം 1901 1901 നോബൽ പ്രൈസ് ആരംഭിച്ചത്. 1901 ആദ്യത്തെ സമാധാന നോബൽ ലഭിച്ചതും ആർക്കാണ്? ഈ ഹെൻറി ഡ്യൂഡന്റ് ആണ്. ലോകത്തിലെ ആദ്യത്തെ സമാധാന നോബൽ പ്രൈസ് ലഭിച്ചതും ഹെൻറി ഡ്യൂഡന്റ് 1901. അതേസമയം തന്നെ മറ്റൊരു കാര്യം കൂടി നമുക്ക് പഠിക്കാം. ഏറ്റവും കൂടുതൽ സമാധാന നോബൽ കിട്ടിയത് ആർക്കാണ്? ഏറ്റവും കൂടുതൽ സമാധാന നോബൽ കിട്ടിയത് റെഡ് ക്രോസിനാണ്. 3 തവണ കിട്ടിയിട്ടുണ്ട്. 1917 കിട്ടിയിട്ടുണ്ട്, 44 കിട്ടിയിട്ടുണ്ട്, അത് കഴിഞ്ഞാൽ 63 കിട്ടിയിട്ടുണ്ട്. അങ്ങനെ 3 വർഷങ്ങളായിട്ട് നോബൽ പ്രൈസും കിട്ടിയിട്ടുണ്ട്. സമാധാന നോബലും കിട്ടിയിട്ടുണ്ട്, ഈ റെഡ് ക്രോസിന് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ സമാധാന നോബൽ കിട്ടിയത് റെഡ് ക്രോസിനാണ് 3 വർഷം. ആദ്യത്തെ സമാധാന നോബൽ കിട്ടിയത് റെഡ് ക്രോസിന്റെ സ്ഥാപനമായ ഹെൻറി ഡ്യൂഡന്റിന് 1901 എന്ന കാര്യം കൂടി ഓർത്ത് വെക്കുക, മറക്കാതെ പഠിച്ചിരിക്കുക. ഇനി റെഡ് ക്രോസിന്റെ സിമ്പൽ എന്ന് പറയുന്നതാണ് റെഡ് ക്രിസ്റ്റൽ ആണ്. റെഡ് ക്രിസ്റ്റൽ ആണ് ഇതിന്റെ സിമ്പൽ, എംബ്ലമായിട്ട് കണക്കാക്കുന്നത്. അതേസമയം ഇവരുടെ ഫ്ലാഗോ, റെഡ് ക്രോസിന്റെ ഫ്ലാഗ് എന്ന് പറയുന്നത് വൈറ്റ് ഫ്ലാഗ് ആണ്. വൈറ്റ് ഫ്ലാഗില് നടുക്കൊരു പ്ലസ് കാണാം, ദാറ്റ് മീൻസ് കുരിശ് കിട്ടിയ, അതാണ് റെഡ് ക്രോസിന്റെ സിമ്പൽ. നമ്മുടെ ഇന്ത്യയിലും കേരളത്തിലൊക്കെ ആദ്യകാലങ്ങളിൽ ഡോക്ടർമാര് ചിഹ്നമായിട്ട് ഉപയോഗിച്ചിരുന്നത് ഈ പ്ലസ് ആയിരുന്നു. വണ്ടികളുടെയൊക്കെ ബാക്കിൽ നമുക്ക് കാണാം ഡോക്ടർമാരുടെ ചിഹ്നമായിട്ട് പ്ലസ് കാണാം. പിന്നീടാണ് അത് മാറ്റത്. ഡോക്ടർമാരുടെ ചിഹ്നമല്ല, അത് റെഡ് ക്രോസിന്റെ ചിഹ്നമായിട്ടുള്ള എന്നുള്ളൊരു രീതിയൊക്കെ വന്നു. ഇതിനാണ് ഇപ്പൊ ഒരു 2 ചിറക് പരുന്തിന്റെ 2 ചിറകായിട്ടുള്ള പുതിയ സിമ്പിൾ ഡോക്ടർമാർ, അതാണ് ഇന്റർനാഷണൽ ലെവലിൽ ഡോക്ടർമാരുടെ ചിഹ്നമായിട്ട് അംഗീകരിച്ചത്. അപ്പൊ ആദ്യകാലങ്ങളൊക്കെ റെഡ് ക്രോസിന്റെ ആയിരുന്നു. അപ്പൊ അത് മാറ്റി ഓർത്ത് വയ്ക്കുക. അപ്പൊ എന്തെങ്കിലും ഓർത്ത് വയ്ക്കുക, വൈറ്റ് ഫ്ലാഗ്, അതിൽ റെഡ് കുരിശ്, അതാണ് ഇവരുടെ ഫ്ലാഗ്. റെഡ് ക്രിസ്റ്റൽ ആണ് ഇവരുടെ സിമ്പിൾ എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. കിട്ടിയ യുദ്ധക്കെടുതിയിൽ ഒരു കാരുണ്യം നൽകുക എന്നുള്ളതാണ് ഇവരുടെ ആപ്തവാക്യം, റെഡ് ക്രോസിന്റെ ആപ്തവാക്യം എന്നൊക്കെ കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയർ അല്ലേ? ഇനി നമുക്കുണ്ട് ഈ റെഡ് ക്രോസ് എന്ന് പറയുന്നത് നമ്മുടെ ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, ഗൾഫ് രാഷ്ട്രങ്ങൾ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ, പ്രധാനപ്പെട്ട ഗൾഫ് രാഷ്ട്രങ്ങൾ ഈ റെഡ് ക്രോസ് അറിയപ്പെടുന്നത് റെഡ് ക്രസന്റ് എന്ന പേരിലാണ്. മറക്കരുത്, റെഡ് ക്രോസ് ഗൾഫ് രാഷ്ട്രങ്ങളിൽ, ഇസ്ലാമിക രാഷ്ട്രങ്ങൾ അറിയപ്പെടുന്നത് റെഡ് ക്രസന്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുന്നത്. ക്ലിയർ അല്ലേ? അതും കൂടി ഓർത്തു വയ്ക്കാം. അമേരിക്കയിലും ഇതേപോലെ റെഡ് ക്രോസ് ഉണ്ട്, ഇന്ത്യയിലും റെഡ് ക്രോസ് ഉണ്ട്. ഇന്ത്യൻ റെഡ് ക്രോസ് രൂപം കൊണ്ടത് 1920 ഇന്ത്യൻ റെഡ് ക്രോസ് രൂപം കൊണ്ടത്. 1881 അമേരിക്കൻ റെഡ് ക്രോസ് രൂപം കൊണ്ടത്. ഒരു ക്ലാര ബാർട്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ്. ക്ലാര ബാർട്ടൺ എന്ന് പറയുന്ന വ്യക്തിയാണ് അമേരിക്കൻ റെഡ് ക്രോസ് 1881 രൂപം കൊണ്ടത്. ഇന്ത്യൻ റെഡ് ക്രോസ് രൂപം കൊണ്ടത് 1920. ഇതോടൊപ്പം തന്നെ ഇന്റർനാഷണൽ റെഡ് ക്രോസ് ആൻഡ് റെഡ് ക്രസന്റ് മ്യൂസിയം നിലനിൽക്കുന്നതും ജനീവയിൽ തന്നെയാണ്. ഇതിന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് അല്ല ജനീവയിൽ തന്നെയാണ്. ഇന്റർനാഷണൽ റെഡ് ക്രോസ് അല്ലെങ്കിൽ റെഡ് ക്രസന്റ് മ്യൂസിയം നിലനിൽക്കുന്നതും ജനീവയിലാണ്. ഇനി ഹെൻറി ഡ്യൂഡന്റിന്റെ ജന്മദിനമാണ് മെയ് 8. എന്നാണ് മെയ് 8 ഹെൻറി ഡ്യൂഡന്റിന്റെ ജന്മദിനം. ഈ മെയ് 8 ഹെൻറി ഡ്യൂഡന്റിന്റെ ജന്മദിനം. ഇതാണ് നമ്മൾ അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. അന്താരാഷ്ട്ര റെഡ് ക്രോസ് ദിനമായി ആചരിക്കുന്നത് മെയ് 8 എന്ന കാര്യം കൂടി ഓർത്ത് വയ്ക്കുക. ക്ലിയറല്ലേ? ഇത്രയും കാര്യങ്ങൾ റെഡ് ക്രോസുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കുക. 1863 സ്വിറ്റ്സർലാൻഡ് ജനീവയിലാണ് റെഡ് ക്രോസ് സ്ഥാപിച്ചത്. ഹെൻറി ഡ്യൂഡന്റ് ആണ്. അദ്ദേഹമാണ് സമാധാന നോബൽ ആദ്യമായിട്ട് ലഭിച്ച വ്യക്തി എന്ന് ഓർക്കുക. സോൾഫറിന യുദ്ധത്തിന്റെ ഫലമായി രൂപം കൊണ്ട ഒരു സംഘടനയാണെന്ന് ഓർത്തുക. 3 തവണ റെഡ് ക്രോസിനും സമാധാന നോബൽ കിട്ടിയിട്ടുണ്ട് എന്ന കാര്യം ഓർത്തുക. റെഡ് ക്രിസ്റ്റൽ ആണ് അവരുടെ സിമ്പിള്. ഫ്ലാഗ് ഓർത്തുക. വൈറ്റ് ഫ്ലാഗില് കുരിശ്, ചുവപ്പ് കുരിശ്, അതാണ് അവരുടെ സിമ്പിൾ ഓർത്തുക. പിന്നെ അമേരിക്കൻ റെഡ് ക്രോസ് 1881 ഇന്ത്യൻ റെഡ് ക്രോസ് 1920 കാര്യം കൂടി ഓർത്തുക. ഇന്റർനാഷണൽ റെഡ് ക്രോസ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് ഹെൻറി ഡ്യൂഡന്റിന്റെ ജന്മദിനമായ മെയ് 8 കാര്യം കൂടി ഓർത്തുക. ക്ലിയർ ആയില്ലേ? ഇനി 4ാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. 4ാമത്തെ ചോദ്യം ഓർത്തുക. തബി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? തബി എന്നറിയപ്പെടുന്ന നദിയാണ്. തബി എന്നറിയപ്പെടുന്ന നദി നമുക്കറിയാം. ഏതാണ് തബി എന്നറിയപ്പെടുന്നത്? താപ്തി നദിയാണ് നമ്മൾ തബി എന്നറിയപ്പെടുന്നത്. 724 കിലോമീറ്റർ. 724 കിലോമീറ്റർ ലെങ്ത്തുള്ള തബി എന്നറിയപ്പെടുന്ന നദി അത് താപ്തിയാണ്. താപ്തി നദിയാണ് തബി എന്നറിയപ്പെടുന്നത്. 724 കിലോമീറ്റർ ഉണ്ട്. മഹാരാഷ്ട്ര, മധ്യപ്രദേശ് ആൻഡ് ഗുജറാത്ത്. സ്റ്റാർട്ടിങ്ങിലൂടെ നിന്ന് മധ്യപ്രദേശിൽ വരുന്നു, അത് കഴിഞ്ഞാൽ മഹാരാഷ്ട്ര, അത് കഴിഞ്ഞാൽ ഗുജറാത്ത്. അങ്ങനെ 3 സ്റ്റേറ്റിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് ഈ താപ്തി എന്നറിയപ്പെടുന്ന നദി. മധ്യപ്രദേശിലെ അമർഗണ്ഡ്, മൈക്കല മലനിരകളിൽ നിന്ന്, സാത്പുര റേഞ്ചുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദി കൂടിയാണ് ഇത് നമ്മൾ പറയുന്ന ഈ താപ്തി എന്ന് പറയുന്ന നദി. മധ്യപ്രദേശിലെ മൈക്കല മലനിരകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു നദിയാണ് ഏത് നമ്മൾ ഈ പറയുന്ന താപ്തി എന്ന് പറയുന്ന നദി. 724 കിലോമീറ്റർ. 3 സ്റ്റേറ്റുകളുടെയാണ്. ഏതൊക്കെയാണ്? മധ്യപ്രദേശ് ഉണ്ട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്. 3 സ്റ്റേറ്റിലൂടെയാണ് ഒഴുകുന്ന. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ 2ാമത്തെ നദിയാണ്. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന
നദികളിൽ രണ്ടാമത്തെ നദിയാണ്. സെക്കൻഡ് ലോങ്സ്റ്റ് വെസ്റ്റ്വേർഡ് ഫ്ലോവിംഗ് റിവർ. പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? നർമ്മദയാണ്. അത് കഴിഞ്ഞാൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന ഏറ്റവും നീളം കൂടി രണ്ടാമത്തെ നദിയാണ്, അതാണ് താപ്തി എന്ന് പറയുന്നത്. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ്. ബ്രഹ്മ താഴ്വരയിലൂടെ ഒഴുകുന്ന നദിയാണ്. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദി, നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദിയും ഏതാണ്? ഈ പറയുന്ന താപ്തിയാണ്. നമ്മുടെ ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സൂററ്റ് നഗരം, ഇന്ത്യയുടെ ഡയമണ്ട് സിറ്റി എന്നറിയപ്പെടുന്ന സൂററ്റ് നഗരം, ആ സൂററ്റ് നഗരവും ഏതാണ്? താപ്തി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. സൂററ്റ് നഗരം താപ്തി നദിയുടെ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഈ താപ്തി നദിയിൽ രണ്ട് പ്രധാനപ്പെട്ട അണക്കെട്ടുകൾ, ഡാമുകൾ, ജലവിദ്യുത് പദ്ധതികൾ, ഒന്ന് കക്കറപ്പാറ, മറ്റൊന്ന് ഉക്കായി. ഏതാണ്? കക്കറപ്പാറ ആൻഡ് ഉക്കായി. അറിയാലോ കക്കറപ്പാറ, അത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. കക്കറപ്പാറ ആൻഡ് ഉക്കായി, ഉക്കായി അണക്കെട്ട്. ഈ രണ്ടണക്കെട്ടും എവിടെയാണ്? താപ്തി നദിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ക്ലിയർ ആയില്ലേ? ഇത്രയും കാര്യങ്ങൾ താപ്തി നദിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ പഠിക്കണം. 724 കിലോമീറ്റർ ആണ്. മധ്യപ്രദേശിൽ നിന്ന് ഉത്ഭവിക്കുന്നു, മഹാരാഷ്ട്ര, ഗുജറാത്ത് 3 സ്റ്റേറ്റിലൂടെ കടന്നു പോകുന്നു. നർമ്മദയുടെ ഇരട്ട എന്നറിയപ്പെടുന്ന നദിയാണ്. ബ്രഹ്മ താഴ്വരയുടെ ഒഴുകുന്ന നദിയാണ്. അതോടൊപ്പം തന്നെ പടിഞ്ഞാറോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ രണ്ടാമത്തെ നദിയാണ്. ഇതെല്ലാം ഏതാണ്? ഈ പറയുന്ന താപ്തിയാണ്. സൂററ്റ് നഗരം, ഡയമണ്ട് സിറ്റി ഓഫ് ഇന്ത്യ എന്നറിയപ്പെടുന്ന സൂററ്റ് നഗരം സ്ഥിതി ചെയ്യുന്നതും ഏതാണ്? താപ്തി നദിയുടെ തീരത്താണ്. രണ്ട് പ്രധാനപ്പെട്ട അണക്കെട്ടുകളുണ്ട്, ഒന്ന് കക്കറപ്പാറ, മറ്റൊന്ന് ഉക്കായ് എന്ന് പറയുന്ന രണ്ട് അണക്കെട്ടുകളാണ്, അല്ലെങ്കിൽ ഡാമുകളാണ്, ജലവൈദ്യുത പദ്ധതികളാണ് താപ്തി നദിയിലുള്ളത്. ഫൈനലി നദിയിൽ നിന്ന് ഒഴുകുന്നത് അറബിക്കടലാണ് ചെന്ന് പതിക്കുന്നത്. ക്ലിയർ ആയില്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് താപ്തി നദിയുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നത്. അപ്പൊ നമ്മുടെ 4ാമത്തെ ക്വസ്റ്റ്യനും കഴിഞ്ഞു. ദെൻ ഫൈനലി നമ്മുടെ 5ാമത്തെ ചോദ്യം, 5ാമത്തെ ടോപ്പിക് എന്നറിയപ്പെടുന്നത് ഏതാണ്? ബോഡോ ഭാഷയെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ കൂടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ്? ബോഡോ ഭാഷ നമുക്കറിയാം, ആസാമിൽ വരുന്ന ഭാഷയാണ് ബോഡോ ഭാഷ. ആ ബോഡോ ഭാഷയെ ഭരണഘടനയുടെ 8ാം ഷെഡ്യൂൾ നമുക്കറിയാം ഔദ്യോഗിക ഭാഷകളെ കുറിച്ച് പ്രതിപാദിക്കുന്ന ഷെഡ്യൂളാണ് 8ാം ഷെഡ്യൂൾ. ആ 8ാം ഷെഡ്യൂളിൽ ബോഡോ ഭാഷയെ കൂടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതി പ്രകാരമാണ് എന്നാണ്. ഓർത്തു വയ്ക്കുക, 92ാമത്തെ ഭേദഗതി. 92ാം ഭേദഗതി 2003, മറക്കരുത്. 2003 92ാം ഭേദഗതി. 2003 92ാം ഭേദഗതി പ്രകാരമാണ് ബോഡോ ഭാഷയെ കൂടിച്ചേർക്കുന്നത്. അതിനിടയിൽ ഓർത്തിക്ക് ബോഡോ ഭാഷയെ മാത്രമല്ല, ഈ 2003 92ാം ഭേദഗതി പ്രകാരം 4 ഭാഷകളാണ് കൂടിച്ചേർക്കുന്നത്. ഏതൊക്കെ 4 ഭാഷകൾ? ഒന്ന് ബോഡോ, മറ്റൊന്ന് ഡോഗ്രി, മറ്റൊന്ന് മൈഥിലി ആൻഡ് സാന്താലി. ഇങ്ങനെ 4 ഭാഷകളാണ്. അതിൽ ബോഡോ ഭാഷ ആസാമിൽ നിന്ന്, ഡോഗ്രി ഭാഷ ജമ്മു കാശ്മീരിൽ നിന്ന്, മൈഥിലി ബീഹാറിൽ നിന്ന്, സാന്താലി ജാർഖണ്ഡിൽ നിന്ന്. ഇങ്ങനെ 4 ഭാഷകളാണ് അവസാനമായി 8ാം ഷെഡ്യൂളിൽ കൂടിച്ചേർക്കുന്നത്. അങ്ങനെയാണ് നമ്മുടെ എത്ര ഭാഷകളുള്ളത്? ഔദ്യോഗിക ഭാഷകൾ 22 ഭാഷകളായിട്ട് വരുന്നത്. റിയലി നമ്മുടെ ഭരണഘടന രൂപം കൊള്ളുമ്പോൾ നിലനിൽക്കുമ്പോൾ എത്ര ഭാഷകളുണ്ടായിരുന്നോ? 14 ഔദ്യോഗിക ഭാഷകളുണ്ടായിരുന്നു. 14 ഔദ്യോഗിക ഭാഷകളുണ്ടായിരുന്നല്ലോ. പിന്നീട് 21ാം ഭേദഗതി പ്രകാരം 1967 21ാം ഭേദഗതി പ്രകാരം സിന്ധി ഭാഷ കൂടിച്ചേർത്തു. സിന്ധി ഭാഷ, അങ്ങനെ 15 ഭാഷകളായി. പിന്നെ അത് കഴിഞ്ഞാൽ 71ാം ഭേദഗതി 71st അമെന്റ്മെന്റ് 71ാം ഭേദഗതി പ്രകാരം എത്ര ഭാഷകൾ കൂടിച്ചേർത്തു? 1992 71ാം ഭേദഗതി പ്രകാരം കൊങ്കണി, മണിപ്പൂരി, നേപ്പാളി 3 ഭാഷകൾ കൂടിച്ചേർത്തു. അപ്പൊ 15, 3, 18 ഭാഷകളായി. അതിനുശേഷം ഈ 92ാം ഭേദഗതി 2003 92ാം ഭേദഗതി പ്രകാരം 4 ഭാഷകൾ: ബോഡോ ആസാമിൽ നിന്ന്, ഡോഗ്രി ജമ്മു കാശ്മീരിൽ നിന്ന്, സാന്താലി ജാർഖണ്ഡിൽ നിന്ന്, മൈഥിലി ബീഹാറിൽ നിന്ന്. അങ്ങനെ 4 ഭാഷകളും കൂടിച്ചേർത്തപ്പോൾ 8ാം ഷെഡ്യൂളിൽ നമ്മുടെ ഔദ്യോഗിക ഭാഷകളുടെ എണ്ണം എത്രയായിട്ട് മാറി? 22 ഭാഷകളായിട്ട് മാറി. ഇതാണ് ബോഡോ ഭാഷ കൂടിച്ചേർത്ത ഭേദഗതി എന്ന് തോന്നുന്നു. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മൾ വളരെ ഭംഗിയായിട്ട് 5 ടോപ്പിക്കുകൾ പഠിച്ചു. വളരെ പ്രധാനപ്പെട്ട 5 ടോപ്പിക്കുകൾ നമ്മൾ ആ 5 ചോദ്യങ്ങളുടെ അതിന്റെ ഉത്തരങ്ങളും അനുബന്ധ കാര്യങ്ങളുമായി 5 പ്രധാനപ്പെട്ട ടോപ്പിക്ക് വളരെ ഭംഗിയായിട്ട് പഠിച്ചു. ഇനി ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകളോ മറ്റു കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാം. അല്ലെങ്കിൽ 9846298093 എന്ന എൻ്റെ വാട്സ്ആപ്പ് നമ്പറിൽ കമന്റ് ചെയ്താൽ നിങ്ങൾക്ക് വേണ്ട ഉത്തരങ്ങളും അതിനോടനുബന്ധമായി വേണ്ട ഗൈഡൻസുകളും പഠിക്കുന്നതിന് വേണ്ടുന്ന ഗൈഡൻസുകളും എല്ലാ കാര്യങ്ങളും നൽകുന്നതാണ്. അടുത്ത ക്ലാസ് നമുക്ക് വീണ്ടും നല്ല ടോപ്പിക്കുമായി കണ്ടുമുട്ടാം. അതിനു മുന്നേ ഈ വീഡിയോ ക്ലാസ്സുകൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകൾക്ക് നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. അതോടൊപ്പം നമ്മുടെ ഹിസ്റ്റോറിയ വീഡിയോ ക്ലാസ്സുകളുടെ ലിങ്ക്, ആപ്പിന്റെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അത് നിങ്ങളെടുത്ത് ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈലിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും നമ്മുടെ വീഡിയോ ക്ലാസ്സുകൾ സൗജന്യമായി കാണാൻ പറ്റാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും അതും ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ വളരെ വിലപ്പെട്ട കമന്റുകളും ആവശ്യമാണ്. സോ അടുത്ത ക്ലാസ്സിൽ വീണ്ടും കണ്ടുമുട്ടാം. അതുവരെ എല്ലാവർക്കും